പോകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള ED കേസെടുത്ത് അന്വേഷിക്കും. EDക്ക് മുഴുവൻ രേഖകളും നൽകാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. SITയുടെ എതിർപ്പ് വിജിലൻസ് കോടതി തള്ളി. ED സമാന്തര അന്വേഷണം നടത്തുന്നതിനെ SIT എതിർത്തിരുന്നു. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. ലിജോ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല കൊള്ള അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം കൂടി അവർക്ക് ഇനി അന്വേഷണത്തിന് ബാക്കിയുള്ളൂ. ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് EDയെ കൂടി ഇതിൽ ചേർക്കുന്നത്? നൗഫൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് EDയുടെ പ്രാഥമികമായിട്ടുള്ള ഒരു കണ്ടെത്തൽ. ഈ ഒരു വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് നിന്നും EDക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുന്നത്. അതായത് ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണമാണ്. ഈ അന്വേഷണത്തിൽ ഈ കള്ളപ്പണം ഇടപാട് സംബന്ധിച്ച അന്വേഷണങ്ങൾ നടത്തുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ പോലീസിനുണ്ട്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ പല സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ കള്ളപ്പാളികൾ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലൂടെ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നുള്ള ഒരു സംശയം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രാഥമിക വിവരം ശേഖരണമൊക്കെ ED നടത്തിയിരുന്നു. അതിലാണ് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ EDയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് കൃത്യമായി ഇപ്പോൾ വിജിലൻസ് കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് EDക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുഴുവൻ രേഖകളും, അതായത് കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRകൾ, ഒപ്പം തന്നെ മൊഴിപ്പകർപ്പുകൾ, FIS, വിജിലൻസ്, SIT തയ്യാറാക്കിയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടുകൾ, മാത്രമല്ല ചില വകുപ്പുകൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രേഖകൾ ഉൾപ്പെടെ എന്തൊക്കെയാണോ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ള രേഖകൾ, കാര്യങ്ങൾ, കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറുക എന്നുള്ളൊരു നിർദ്ദേശമാണ് വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ശക്തമായ ഒരു എതിർപ്പായിരുന്നു 2 ദിവസം നീണ്ടുന്ന വാദത്തിൽ ഈ കോടതിയിൽ SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അതായത് ഇത്തരത്തിലൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അതിനെ ബാധിക്കും, അതായത് സമാന്തര അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെ അത് ബാധിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവയെല്ലാം കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഉത്തരവിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. 11 മണി കഴിഞ്ഞ് കോടതി ഇരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് EDയുടെ ആ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. ED ആവശ്യപ്പെട്ട രേഖകളെല്ലാം തന്നെ SIT കൈമാറുക, ആ രേഖകളുടെ കൃത്യമായ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ അത് കൈമാറിക്കഴിഞ്ഞാൽ തുടർ നടപടി എന്നുള്ള കോടതിയാണ്. അത് കേസെടുത്ത് ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാടിൽ ഇനി കേസെടുത്ത് അന്വേഷണം നടത്താമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വെളിപ്പെടുത്തൽ നടത്തിയത് രമേശ് ചെന്നിത്തലയായിരുന്നു. അതായത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിനുൾപ്പെടെ ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു കാര്യമായിരുന്നു രമേശ് ചെന്നിത്തല നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താൻ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ പോലും ഇനി എൻഫോഴ്സ്മെന്റ് സംഘം കണ്ടേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസി കൂടി അന്വേഷണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. SIT ഒരു ഭാഗത്ത് അന്വേഷിക്കുന്നു, അത് അറസ്റ്റുകളുമായി മുന്നോട്ട് പോകുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യമെങ്കിൽ ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതികളിൽ പലരെയും കോടതിയുടെ അനുമതിയോടുകൂടെ ചോദ്യം ചെയ്യുന്നതിന് പോലുള്ള അനുവാദമുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ എത്രയും വേഗം കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.